മസാബീഹക്കും, നിങ്ങളുടെ വിളക്കുകളൊക്കെ നിങ്ങൾ കെടുത്തണേ. ഉറങ്ങുമ്പോൾ തിരിവിളക്കും കത്തിച്ചു വെച്ച് ഉറങ്ങരുതേ. അതാ തിരിവിളക്ക് ചുണ്ടലികൾ കടിച്ചു കൊണ്ടുപോയി വീട്ടിന്റെ ഏതെങ്കിലും ഭാഗത്ത് വലിച്ചിട്ട് വീട് തന്നെ കത്തി നിങ്ങൾ തന്നെ മരിക്കാനും ചിലപ്പോൾ കാരണമാകാം. ഓ സഹോദരന്മാരെ, ഗ്യാസിന്റെ അടുപ്പ് ശരിക്കും അതാ വഫാക്കി എന്ന് ഉറപ്പ് വരാതെ കിടന്നുറങ്ങരുതേ. നബിതങ്ങളാ പഠിപ്പിച്ചതിൽ നമ്മൾ പാഠം പഠിക്കണം. അപ്പൊ എവിടെയും ദിക്ർ കൊണ്ട് കാവലാണ്. വാതിലടക്കുമ്പോ, അതുപോലെ സന്താനോത്പാദനം നടത്തുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, വീട്ടിൽ കയറുമ്പോ അവിടെ ഒക്കെ ദിക്റാണ് പ്രതിരോധം. ശൈത്താനിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ സംഗതിയാണ് ദിക്ർ. അതുകൊണ്ട് തന്നെ ബാങ്ക് കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് ശൈത്താൻ ഓടിക്കളയും. സുബ്ഹാനല്ലാഹ്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിട്ടും എനിക്കൊരു എത്തിക്കുന്നു. ആ എത്തിൽ പറഞ്ഞ് കാസർഗോഡ് ഒരു പ്രദേശത്ത് ഒരു അമ്പലത്തിൽ മുസ്ലിം പെണ്ണുങ്ങൾ മരുന്നിന്റെ പേരിൽ രാത്രി 12 മണി വരെ തൊഴുതു നിൽക്കാറുണ്ട്. ഒരു സ്ഥലത്തും അത് പറ്റൂല. ഇവിടെ എനിക്ക് പേരെഴുതി അറിയിച്ചിട്ടുണ്ട്, പക്ഷേ പേര് ഞാൻ വായിക്കൂല. കാരണം ചിലപ്പോ ശൈത്താൻ തോന്നിപ്പിക്കുന്ന നീ ഒന്ന് ചെന്ന് നോക്കിയാലോ, ഇവിടെ എന്നെ കൊണ്ട് ആ പേരറിയണ്ട. ഞാനില്ല. ഓ സഹോദരന്മാരെ, ഒരിക്കലും തന്നെ മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ പള്ളിയിൽ ജുമഅക്ക് വരാൻ പാടില്ല, ജമാഅത്തിന് വരാൻ പാടില്ല എന്നല്ലേ മുസ്ലിം പണ്ഡിതന്മാര് നിങ്ങളെ പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെ അമ്പലത്തിന്റെ സമീപത്ത് ശൈത്താനെ കാണാൻ പോകുന്നത്? പള്ളിയിൽ വരെ നിങ്ങൾ വേണ്ടെന്നല്ലേ പഠിപ്പിച്ചത്? പിന്നെ എങ്ങനെ മറ്റൊരു ദേവാലയത്തിൽ പോകുന്നത്? സുബ്ഹാനല്ലാഹ്, ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവർത്തനങ്ങൾ, ശൈത്താൻ പറ്റിക്കുന്ന വഞ്ചനകൾ. ഞാൻ ഒരാളെന്നോട് പറഞ്ഞു, എന്തെല്ലാം നാശം വെച്ചിരുന്നത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തങ്ങളിൽ പറയുന്ന ആളുകൾ എന്നോട് ഒരാൾ പറഞ്ഞു, എന്തോ ഒരു സുഖത്തോടെ കാണിച്ചപ്പോ മൂപ്പര് പറഞ്ഞു, ഒരു പാമ്പ്, ഒരു വെള്ളിന്റെ പാമ്പ് വാങ്ങിയിട്ട് അമ്പലത്തിൽ കൊടുക്കണം, കാവിൽ കൊടുക്കണം. അത് പാമ്പിന്റെ ശാപാണ്, അത് തീരാൻ വേണ്ടിയിട്ട് പാമ്പിന്റെ വെള്ളിന്റെ ഒരു സാധനം കൊടുക്കണം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുന്നു. അങ്ങനെ കൊടുക്കുന്നതിനെ പറ്റി പിണറായി വിജയനോടൊന്ന് പറഞ്ഞു നോക്ക്, എന്നില്ല അച്യുതാനന്ദനോടൊന്ന് പറഞ്ഞു, പിന്നെ ആന്റണിയോടൊന്ന് പറഞ്ഞു നോക്കുന്നു. അവരാരും സ്വീകരിക്കൂല. മുസ്ലിങ്ങളൊന്നല്ല, അവരെ സ്വീകരിക്കൂല. എന്നിട്ടാണ് നമ്മൾ മുസ്ലിമീങ്ങൾ ഈ രൂപത്തിലായി പോകുന്നത്. ഓ സഹോദരന്മാരെ, അങ്ങനെ അടപ്പതിക്കാൻ പറ്റുമോ? വലഖദ് സബഖത് കലിമതുനാ ലിഇബാദിനൽ മുർസലീൻ ഇന്നഹും ലഹുൽ മൻസൂറൂൻ വഇന്ന ജുന്ദനാ ലഹുൽ ഗാലിബൂൻ. എന്തിന് പോകണം ശൈത്താന്റെ സമീപത്തേക്ക്? അല്ലാഹ് പറഞ്ഞില്ലേ, നമ്മുടെ വചനങ്ങൾ മുൻകടന്നിട്ടുണ്ട് നബിയേ. നമ്മളെ മുർസലീങ്ങളെ നമ്മൾ സഹായിക്കുന്നതാണ്. അമ്പിയാക്കളെ മുർസലീങ്ങളെ നമ്മൾ സഹായിക്കുന്നതാണ്. അതേ, ഇന്നഹും ലഹുൽ മൻസൂറൂൻ. മുർസലീങ്ങൾക്ക്, അമ്പിയാ മുർസലീങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം കിട്ടും. പിന്നെയോ വഇന്ന ജുന്ദനാ ലഹുൽ ഗാലിബൂൻ. നമ്മക്ക് കുറെ സൈന്യങ്ങളുണ്ട് നബിയേ, അത് മലക്കുകളാണ്, മഹാത്മാക്കളാണ്. ആ മലക്കുകളും മഹാത്മാക്കളുമാകുന്ന ആ അൽ അർവാഹുൽ ആലിയ, അൽ അർവാഹുൽ മുഖദ്ദസ എന്ന് പറയുന്ന മഹാത്മാക്കളില്ലേ, ആ മഹാത്മാക്കളാണ് പടച്ചവന്റെ സൈന്യങ്ങൾ. ആ പടച്ചവന്റെ സൈന്യങ്ങൾ എന്നും വിജയിക്കുന്നവരാണ്. അതുകൊണ്ട് ആ പടച്ച
പടച്ചവന്റെ സൈന്യങ്ങളായ ശുഹദാക്കളും ഔലിയാക്കളും മലക്കുകളും സാലിഹീങ്ങളും അംബിയ മുർസലീങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പിന്നെ ശൈത്താന്റെ ഇബ്ലീസിന്റെ ശൈത്താന്റെ കേന്ദ്രത്തിലേക്ക് പോകണോ മുസ്ലിമേ? ഒരിക്കലും തന്നെ പോയി പോകണ്ട. ഞാൻ ആദ്യം തന്നെ നിങ്ങൾ ഓതിക്കേൾപ്പിച്ച ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരല്ലേ. ശൈത്താൻ നടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെ, ശൈത്താൻ കറങ്ങുന്ന സ്ഥലങ്ങളിലൂടെ, ശൈത്താൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ, ശൈത്താൻ പഠിപ്പിക്കുന്ന ആചാരങ്ങളിലൂടെ, ശൈത്താൻ പഠിപ്പിക്കുന്ന വിശ്വാസത്തിലൂടെ, അങ്ങനെ ശൈത്താനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വല്ലവനും ശൈത്താനെ പിന്തുടർന്നു പോയാൽ ശൈത്താൻ വസളായ തെറ്റായ കാര്യമേ കൽപ്പിക്കൂ, വൽമുങ്കരി നിഷിദ്ധമായ കാര്യമേ കൽപ്പിക്കൂ. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ ഫദ്ലും അല്ലാഹുവിന്റെ ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ ആരും നന്നാകൂല, നിങ്ങളിൽ ആരും സംസ്കരിക്കപ്പെടൂല. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, പക്ഷേ അള്ളയാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ സംസ്കരിക്കുന്നത്. അതുകൊണ്ടോ മുസ്ലിമേ, ഈ സാലിഹീകളോട് ബന്ധപ്പെടലല്ലാതെ, അതുപോലെ തന്നെ മഹാന്മാരെ മഖബറയുമായി ബന്ധപ്പെടുകയല്ലാതെ, ഈ